യെസ്, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് സബ് യൂണിറ്റ് 1 നമ്മളുടെ നാച്ചുറൽ സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ എന്ത് ചെയ്തു AKM നോട്ട്സിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ റിവിഷൻ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ആയിട്ട് CMA സ്റ്റഡി മെറ്റീരിയൽ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നോക്കാം. ഓക്കെ, 1.1 നാച്ചുറൽ സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആദ്യമാണ് അല്ലെ. ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. therefore കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇനി അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജ്മെന്റ്. ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ആരാണ്? മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ മാനേജ്മെന്റിന് നമ്മൾ ഇതിന്റെ ഗൈഡ് ചെയ്യാനായിട്ട് ദർ ആർ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഏകദേശം 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ദേ ആർ ആക്ട് ആസ് എ ഗൈഡ് ലൈൻസ് ഫോർ ദ കമ്പനീസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞതനുസരിച്ച് ഓക്കെ അതിന്റെ റെക്കഗ്നിഷൻ, മെഷർമെന്റ്, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ, പ്രസന്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഓരോ കമ്പനികളും ഓരോ കോസ്റ്റ് ട്രാൻസാക്ഷൻസ്, കോസ്റ്റ് ഐറ്റംസ് എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, മെഷർമെന്റ് ചെയ്യണം, ഡിസ്ക്ലോഷർ ചെയ്യണം, പ്രസന്റേഷൻ ഒക്കെ എന്ത് ചെയ്യണം. ഓക്കെ, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു കമ്പയറബിലിറ്റി ഉറപ്പുവരുത്താൻ, കൺസിസ്റ്റൻസി ആൻഡ് കംപ്ലീറ്റ്നെസ്. ഓക്കെ, കുറച്ച് സ്പീഡായിട്ടാണ് പറഞ്ഞത് ബിക്കോസ് ഇത് റിവിഷൻ ആണ് അല്ലേ. റെഗുലർ ആദ്യം പറഞ്ഞ അതേ ഇതിൽ പിന്നെ നമുക്ക് സമയം ഒരുപാട് വേസ്റ്റ്. അപ്പൊ ഇത് ഒരു റിവിഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് മുഴുവൻ ഡിസ്കസ് ചെയ്തല്ലേ, കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ദാറ്റ് ഈസ് CIMA, അവരുടെ കോസ്റ്റ് ഓഡിറ്റ് ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദി കറക്റ്റ്നെസ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട്സ് അല്ലെ, വെദർ ദേ ആർ ട്രൂ ആൻഡ് ഫെയർ, കറക്റ്റ് ആണോ അല്ലേന്ന്, ആൻഡ് ഏതർസ് ടു ദ കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ, ആൻഡ് ഏതർസ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ. അതിന് കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിവിടെ പറഞ്ഞ പോലെ ഓരോ ഐറ്റത്തിനും നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ചെയ്തത്, നമ്മൾ കോസ്റ്റ് കളക്ഷൻ, കോസ്റ്റ് റെക്കോർഡ്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, എന്നിട്ട് അതിന്റെ റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർഗനൈസേഷൻ ഒരു പോളിസി ഉണ്ട് അല്ലെ. അതിനാണ് ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അതിന്റെ റെക്കോർഡിംഗ്, എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് അലോക്കേഷൻ, അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്ന, അസൈൻമെന്റ് ചെയ്യുന്നത്, കോസ്റ്റ് അസൈൻമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർഗനൈസേഷൻ വ്യക്തമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആ പോളിസി നോർമലി എവിടെ നിന്നാണ് വരുന്നത്? ഇൻ അലൈൻമെന്റ് വിത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട് റെക്കഗ്നിഷൻ എങ്ങനെയാണ്, മെഷർമെന്റ് എങ്ങനെയാണ്, ഓക്കെ, പ്രസന്റേഷൻ എങ്ങനെയാണ്, ഡിസ്ക്ലോഷർ എങ്ങനെയാണ്, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ. അപ്പൊ അതിനനുസരിച്ച് ഒരു ഓർഗനൈസേഷൻ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയായിരിക്കണം? ഒന്ന് അക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ആൻഡ് ദേ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാനും കൂടി ആയിരിക്കണം. അപ്പോൾ ഈ CIMA ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന കോസ്റ്റ് ഓഡിറ്റ് എന്നാണ് ഇറ്റ് ഈസ് എ വെരിഫിക്കേഷൻ ഓഫ് ദി കറക്റ്റ്നെസ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് adherence to the cost accounting plan. Okay, yes. That is, in other words, cost audit is the verification of cost of production and service activity on the basis of the accounts maintained by an enterprise in accordance with the accepted principles of cost accounting. Okay, the accepted principles of cost accounting നമ്മൾ നോർമലി applicable cost reporting framework അല്ലെങ്കിൽ applicable cost accounting framework എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡെഫിനേഷൻ പറയുന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓൾറെഡി പഠിച്ചില്ല നേരത്തെ കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളിപ്പോൾ ഓൾറെഡി 2 ഡെഫിനേഷൻ പഠിച്ചിരുന്നു. അതിലൊക്കെ ഒന്ന് ICA എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതിനുശേഷം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറഞ്ഞു അല്ലെ. അപ്പൊ മൂന്നാമത് ഇപ്പോൾ ആര് പറഞ്ഞു? CIMA പറഞ്ഞു. ഓക്കെ, CIMA ദാറ്റ് ഈസ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിന്റെ ഡെഫിനേഷൻ കൂടി പറഞ്ഞു. ഇനി ഇതൊന്ന് റിവൈസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഓഡിറ്റ് ഫോർ ദ റിവ്യൂ, എക്സാമിനേഷൻ, അപ്രൈസൽ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആൻഡ് attendant information അല്ലെ, that is related information required to be maintained by the specified industries അല്ലെ. ഓർക്കണ്ട, നമ്മൾ ഈ സ്പെസിഫൈഡ് ഇൻഡസ്ട്രീസ് ഒക്കെ പറഞ്ഞു, മറ്റേ റെഗുലേറ്റഡ്, അൺറെഗുലേറ്റഡ് അല്ലെ. സോ സ്പെസിഫൈഡ് ഇൻഡസ്ട്രീസ് ആസ് മാൻഡേറ്റഡ് ബൈ ദ അപ്ലിക്കബിൾ കമ്പനീസ് ആക്ടിന്റെ അപ്ലിക്കബിൾ കമ്പനീസ് ആക്ട് ഏതാണ്? സെക്ഷൻ നമ്പർ 148 ആൻഡ് റൂൾസ് ഫ്രെയിംഡ് ദെയർ അണ്ടർ. അപ്പോൾ കാരണം കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പേര് വരുന്നത് തന്നെ നമ്മളെ കമ്പനീസ് ആക്ട് 2013 വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളെ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എന്താക്കി മാറ്റുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരാക്കി മാറ്റുന്നത്. അവര് ഡെഫിനേഷനിൽ തന്നെ പറയാണ് എന്താണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ റിവ്യൂ, എക്സാമിനേഷൻ ആൻഡ് അപ്രൈസൽ ഓഫ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആണ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ. ആര് മെയിൻറ്റെയിൻ ചെയ്തത്? സ്പെസിഫൈഡ് ഇൻഡസ്ട്രീസ് മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ, ഇൻ അക്കോർഡൻസ് വിത്ത് എന്താണോ കമ്പനീസ് ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് എന്താണ്? വീണ്ടും റിപ്പീറ്റേഷൻ ആണ്. ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ദി കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, കോസ്റ്റ് റെക്കോർഡ്സ്. അതായത് പറഞ്ഞു വരുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെ ഇത് വായിക്കാൻ കാരണം ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കും
നമ്മളുടെ നോട്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്ത് തന്നെ ഇതൊക്കെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഡിറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ദി കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സ് പഠിച്ചാലും സഫീഷ്യന്റ് ആണ്. ഇതന്നെയാണ് നമ്മൾ എക്സാമിന് എഴുതുന്നത്. അതായത് ഇത്രയും പാരഗ്രാഫ് നമുക്ക് മുഴുവനായിട്ട് എക്സാമിന് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് റെലവെന്റ് ആയിട്ടുള്ള നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എക്സാമിന് എഴുതേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ വേർഡിങ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യത്തെ റൗണ്ട് പഠിക്കുക, എന്നിട്ട് സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്യുമെന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സോ കോസ്റ്റ് ഓഡിറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ ഓഫ് എൻ എൻറ്റിറ്റി വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ഓൺ ദി ദെയർ ഓൺ. ഓക്കെ, ഇനി ഇത് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ഓഡിറ്റർ ആണ് അല്ലെ. ഒരു കോസ്റ്റ് ഓഡിറ്റർ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആ കോസ്റ്റ് ഓഡിറ്റർക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ നോളജ് വേണം. മാത്രമല്ല ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ, അതായത് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. ഇതൊരു പ്രൊഫഷണൽ വർക്കാണ്. സോ അപ്പൊ അതിൽ ഫോളോ ചെയ്യേണ്ട ചില പ്രൊഫഷണൽ എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അപ്പൊ അതെന്തിനും അതറിഞ്ഞിരിക്കണമെങ്കിൽ ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, പാലിക്കേണ്ട ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിന് നമ്മൾ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ്സ് ഓൺ കോസ്റ്റ് ഓഡിറ്റിംഗ് പ്രൊവൈഡ് ഗൈഡൻസ് ടു കമ്പനി അല്ല, അത് കമ്പനിക്കല്ല ഗൈഡൻസ് കൊടുക്കുന്നത്, കോസ്റ്റ് ഓഡിറ്റർക്ക് അല്ലെ. ആലോചിക്കുക, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് CAS എന്ന് പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ഗൈഡൻസ് ടു ആര്? കമ്പനി അഥവാ മാനേജ്മെന്റ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സും റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കമ്പനി പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇനി കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആർക്കാണ് കൊടുക്കുന്ന ഗൈഡൻസ്? കോസ്റ്റ് ഓഡിറ്റർക്കാണ്. ഓഡിറ്റർ പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ് കൊടുക്കുന്നത് അല്ലെ. സോ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ കോസ്റ്റ് ഓഡിറ്റർ ത്രൂ ഈച്ച് സ്റ്റെപ്പ് ഓഫ് ഓഡിറ്റ് പ്രോസസ്സിൽ ആൻഡ് വിത്ത് റിഗാർഡ് ടു ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ്. അദ്ദേഹം ഫോളോ ചെയ്യേണ്ട ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ കോസ്റ്റ് ഓഡിറ്റർ ആൻഡ് കോസ്റ്റ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ആസ് എൻ ഓഡിറ്റർ, ഒരു കോസ്റ്റ് ഓഡിറ്റർ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഫോളോ ചെയ്യണം, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്, ആൻഡ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആൻഡ് ഫൈനലി കോസ്റ്റ് റിപ്പോർട്ടിംഗ്, കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിംഗും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗൈഡൻസ് ആണ് ആര് കൊടുക്കുന്നത്? ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദ പ്രാക്ടീസസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് റിലേറ്റിംഗ് ടു കോസ്റ്റ് അക്കൗണ്ടിംഗ് ആർ കവേർഡ് ഇൻ ദി കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഇതിലാണ്? കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലാണ്. ആൻഡ് പ്രാക്ടീസസ്, പ്രൊസീജിയേഴ്സ്, റിക്വയർമെന്റ് റിലേറ്റിംഗ് ടു കോസ്റ്റ് ഓഡിറ്റിംഗ്, ദാറ്റ് ഈസ് ആസ് എൻ ഓഡിറ്റർ അദ്ദേഹം ഫോളോ ചെയ്യേണ്ട പ്രാക്ടീസസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ റിക്വയർമെന്റ്സ്, എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഫൈനൽ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ എവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ബെസ്റ്റ് ഗൈഡ് ഫോർ ദി കോസ്റ്റ് ഓഡിറ്റേഴ്സ്. ഓക്കെ അല്ലേ. കാരണം ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ സ്റ്റാൻഡേർഡ്സ്, എന്നാൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും അല്ലെ. തെറ്റുകൾ വരാനുള്ള ചാൻസ് എന്തെങ്കിലും കുറയും. സോ ദി സ്റ്റാൻഡേർഡ്സ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റർ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ടു സ്ട്രീംലൈൻ ദ ഓഡിറ്റ് ആൻഡ് ഡു ദ ബെറ്റർ പ്ലാനിങ് ആൻഡ് ബെറ്റർ ഡോക്യുമെന്റേഷൻ ആൻഡ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റർക്ക് എന്തായിരിക്കും ഒരു എഫക്റ്റീവ് കംപ്ലീഷൻ, ടൈംലി കംപ്ലീഷൻ, എഫക്റ്റീവ് കംപ്ലീഷൻ. എങ്ങനെയെങ്കിലും ആ പറഞ്ഞ സമയത്തുള്ളിൽ തീർത്താൽ പോരാ, എങ്ങനെയെങ്കിലും തീർത്താൽ പോരാ, തീർക്കുകയും വേണം, പ്ലസ് അതിന്റെ പർപ്പസ് അച്ചീവ് ചെയ്യുകയും വേണം. അപ്പോൾ ടൈമിന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ടൈമിന് കംപ്ലീറ്റ് ചെയ്യാം, പ്ലസ് അതിന്റെ എന്ത് ചെയ്യുക, ഒരു എഫക്റ്റീവ് ആയിട്ട് അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനും കൂടി എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദിസ് വിൽ ഹെൽപ്പ് ഇംപ്രൂവിങ് ദ ഓവറോൾ ക്വാളിറ്റി ഓഫ് എൻ ഓഡിറ്റ്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഡിറ്റർ ഷുഡ് കെയർഫുള്ളി ഗോ ത്രൂ ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ദം. നമുക്ക് വളരെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ആ കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം, അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഓക്കെ, ജസ്റ്റ് അത് വായിക്കാൻ മാത്രമല്ല, നമ്മുടെ പ്രൊഫഷണൽ വർക്കിൽ അത് എന്ത് ചെയ്യണം, നമ്മളത് എക്സസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ഓതറൈസ് ദ കോസ്റ്റ് ഓഡിറ്റർ ടു യൂസ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ ഓർ എക്സ്പേർട്ട്. ഹെൻസ് ഇഫ് സാറ്റിസ്ഫൈഡ് there is no need for checking every detail again which are already audited by another auditor or certified by an expert. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ പോലെ തന്നെയുള്ള മറ്റ് ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ഡബിൾ ചെക്കിങ് അല്ലെ, ഈ ഡബിൾ ചെക്കിങ്ങിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ ഓഡിറ്റർക്ക് സ്റ്റാൻഡേർഡ്സ് എന്ത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഓഡിറ്റർ, അതിപ്പോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഉള്ളതാണ്, 600, 610, 620, 600, 610, 620. അപ്പൊ അവിടെയുള്ള സെയിം സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് കോസ്റ്റ് ഓഡിറ്റിലും. ഓക്കെ, നമ്മുടെ CA സിലബസിൽ വരുന്ന സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിലെ സെയിം സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് നമ്മളിപ്പോ ഇവിടെയും പഠിക്കുന്നത്. ആസ് എൻ ഓഡിറ്റർ നിങ്ങൾക്കറിയാം ഫൈനൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്,
നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ സൈൻ ചെയ്തൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ സൈൻ ചെയ്തൊരു ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും അത് ഞാൻ സൈൻ ചെയ്തപ്പോ മറ്റാള് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അയാള് നോക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് ചെയ്തത്. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആരതാണ്? നമ്മളുടേതാണ് അല്ലെ. സോ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ത്രൂ നമ്മളൊരു ഒപ്പീനിയൻ പറയുമ്പോൾ, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ആ സൈൻ ചെയ്ത നമ്മളെ എൻഗേജ്മെന്റ് പാർട്ണർ എന്നൊക്കെ പറയും. ഓക്കെ, സോ ആ ഒരു സൈൻ ചെയ്യുന്ന നമ്മളുടെ ആ ഒരു പാർട്ണർ ആരാണോ അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റർ ആരാണോ അദ്ദേഹത്തിനാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി. ആർട്ടിക്കൽ അസിസ്റ്റന്റ് ചെയ്തതാണ്, ഓക്കെ, എന്റെ സ്റ്റാഫ് ചെയ്തതാണ്, ഞാനല്ല എന്ന് പറയാൻ പറ്റും. കാരണം നമ്മളാണ് സൈൻ ചെയ്തതെങ്കിൽ ആ ഒപ്പീനിയന്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നമുക്കാണ്. അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററുടെ കയ്യിലാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഞാനല്ല അവനാണെന്നൊക്കെ പറഞ്ഞ് തട്ടി കളിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിറ്റർ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററാണ്. പക്ഷേ ആ ഓഡിറ്ററോട് സ്റ്റാൻഡേർഡ്സ് പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ അനദർ ഓഡിറ്റർ എന്തുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്തൊരു വർക്ക് വേണമെങ്കിൽ റിലേ ചെയ്യാം, അതിന് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവന്റെ എക്സ്പെർട്ടൈസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു എക്സ്പേർട്ടാണ് അവന്ന് നമ്മൾ വിചാരിക്കുകയാണ്, പക്ഷെ അവന്റെ എക്സ്പെർട്ടൈസ്, അവന് ഈ ഒരു വർക്ക്, ഈ ഒരു പർട്ടിക്കുലർ വർക്കിൽ എത്രയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ, ആളുടെ മുമ്പ് ആൾ ചെയ്തിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം അവനൊരു എക്സ്പേർട്ട് ആണോ ഇല്ലെന്ന് എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ വൺസ് നമുക്ക് ഒരു മറ്റൊരാൾ ഒരു എക്സ്പേർട്ട് ആണ് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ വേറൊരാൾ ഈ ഒരു അക്കൗണ്ട്സ് തന്നെ എന്തെങ്കിലും ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആര് കൊടുക്കുന്നുണ്ട്? ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ സ്റ്റാൻഡേർഡ്സിലൂടെ കൊടുക്കുന്നുണ്ട് ആണ് പറയുന്നത്. സോ ദ സ്റ്റാൻഡേർഡ്സ് ഓതറൈസ് ദ കോസ്റ്റ് ഓഡിറ്റർ ടു യൂസ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ. മറ്റൊരു ഓഡിറ്റർ വർക്ക് എന്ത് യൂസ് ചെയ്യാം, ഓർ എക്സ്പെർട്ട് ഇഫ് സാറ്റിസ്ഫൈഡ്. വെറുതെ അല്ല, ഇഫ് കാരണം സാറ്റിസ്ഫൈ ചെയ്യണം. എന്തുകൊണ്ട്? അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആരതാണ്? ഓഡിറ്റർതാണ്. അപ്പൊ ഓഡിറ്റർ സാറ്റിസ്ഫൈ ചെയ്യാൻ എക്സ്പേർട്ട് ഓക്കെ ആണ്, അല്ലെങ്കിൽ അനദർ ഓഡിറ്ററുടെ വർക്ക് എന്റെ വർക്കിന് ഡിപ്പെൻഡബിൾ ആണ്, എനിക്കത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അത് ഒരുപാട് ഇവാലുവേഷൻസിന് ശേഷമാണ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് തീരുമാനമായി കഴിഞ്ഞാൽ, സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ദെൻ ദർ ഈസ് നോ നീഡ് ഫോർ ചെക്കിംഗ് ദ എവറി ഡീറ്റെയിൽ അഗെയിൻ എന്ത് ചെയ്യേണ്ട, ചെക്ക് ചെയ്യേണ്ട, which are already audited by another auditor expert in the opinion പ്രകാരം നോക്കാം. Okay, so therefore if required or satisfied, the cost auditor can rely on the work. Okay, it can depend. Rely means നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. It can rely on the work done by the another auditor or the expert. Okay, പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ, ഫിനാൻഷ്യൽ ഓഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഗ്രാറ്റുവിറ്റി പ്രൊവിഷൻ, ഗ്രാറ്റുവിറ്റി പ്രൊവിഷൻ ഒക്കെ വാല്യൂ ചെയ്യാനായിട്ട് പലപ്പോഴും ആരുണ്ടാവുന്ന വെച്ചാൽ നിങ്ങൾ ആക്ച്വറിയൽ വാല്യൂവേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ. അപ്പൊ ഈ ആക്ച്വറൽ വാല്യുവേഷൻ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഒരു സെപ്പറേറ്റ് ടീമാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ. അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ആക്ച്വറീസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അതിൽ ക്വാളിഫൈ ചെയ്ത പ്രൊഫഷണൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഗ്രാറ്റുവിറ്റി പ്രൊവിഷന്റെ വാല്യുവേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അക്കൗണ്ട്സിൽ എന്തുണ്ടാവും, പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ഉണ്ടാവും. ഓക്കെ, പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ഉണ്ടാവും. ഈ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി നമുക്ക് പ്രൊവിഷൻ എങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂ അറിയാം, അക്കൗണ്ട്സിൽ ചില ജഡ്ജ്മെന്റുകൾ, എസ്റ്റിമേറ്റ്സുകൾ, കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി, ഇങ്ങനത്തെ. ഈ പ്രൊവിഷനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, കാരണം പ്രൊവിഷൻ ഒരു എവിഡൻസ് ഉണ്ടാവില്ലല്ലോ. നോർമലി പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേഷൻ ആണ് അല്ലെ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ മീൻസ് അതിന് ഒരു എവിഡൻസ്, നമുക്ക് പ്രോപ്പർ എവിഡൻസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഓഡിറ്റർക്ക് ആ ഒരു ഫിഗറിന് ഇത്ര എമൗണ്ട് ആണ് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വറിയൽ വാല്യുവേഷൻ റിപ്പോർട്ട് എടുക്കാം. കാരണം ദേ ആർ എക്സ്പേർട്ട് ഇൻ പ്രൊവിഷൻ. ഓക്കെ, ആ ഒരു ഗ്രാറ്റുവിറ്റി പ്രൊവിഷന്റെ കാൽക്കുലേഷനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ആക്ച്വറൽ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പേർട്ട് ആയിട്ട് എടുത്തുകൊണ്ട് അവരുടെ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, റിലേ ചെയ്തിട്ട് ഓക്കെ ഈ ഒരു പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി എന്താണ്, ആക്സെപ്റ്റബിൾ ആണ്, ഓക്കെ അത് കറക്റ്റ് ആണ്, ഓക്കെ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാനായിട്ട് പറ്റും. പക്ഷെ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അബൌട്ട് ദാറ്റ് എക്സ്പേർട്ടിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ അതിലൂടെ പറയുന്നത്, സോ ഇഫ് therefore if required and satisfied ആണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർ സെയിം സ്റ്റാറ്റ്യൂട്ടിലുള്ള അതേ പ്രിൻസിപ്പിൾ ആണ്. ദ കോസ്റ്റ് ഓഡിറ്റർ ക്യാൻ റിലേ ഓൺ ദ വർക്ക് ഡൺ ബൈ സച്ച് അനദർ ഓഡിറ്റർ ഓർ എക്സ്പേർട്ട്. സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് ടു ബി റിമെമ്പേർഡ്.
നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാണ്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുള്ളതല്ല, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, therefore the standards are not to be remembered but to be practiced by making this part of the work culture and teaching this to the entire audit team. സോ നമ്മുടെ അസിസ്റ്റന്റുകൾ, കോസ്റ്റ് പ്രിൻസിപ്പൽ ഓഡിറ്റർ, നിങ്ങൾക്ക് അസിസ്റ്റന്റുമാരുണ്ടാവും അല്ലെ. അപ്പൊ ഈ അസിസ്റ്റന്റുമാരായിരിക്കും കൂടുതൽ മേജർ വർക്കുകൾ. ഓക്കെ, സോ നമ്മള് ഫീൽഡ് ലെവൽ വർക്കുകൾ ചെയ്യുന്ന ആരായിരിക്കും? ഈ അസിസ്റ്റന്റുമാരായിരിക്കും. അപ്പൊ ഈ ഒരു നമ്മളെ ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം. അവർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ഓഡിറ്റ് നമ്മൾ എക്സിക്യൂഷന്റെ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സസൈസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മളെ ടീമിനെ പഠിപ്പിച്ചു കൊടുക്കുക. അത് നമ്മളെ വർക്ക് കൾച്ചറിന്റെ ഭാഗമാക്കുക. നമ്മൾ ആ വർക്കിൽ അത് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലാതെ അത് കാണാതെ പഠിച്ച് മനസ്സിൽ വെക്കൽ മാത്രമല്ല, വർക്കിൽ കൊണ്ടുവരാന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇത് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ മനസ്സിൽ വെക്കാനുള്ള മാത്രമല്ല, നമ്മൾ ഓഡിറ്റിങ്ങിന്റെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളത് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ അത് പഠിക്കുമ്പോൾ അവിടെ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓരോരോ ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഈ ഒരു ഏരിയയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലുണ്ടാവും വേണം. അതിനായിട്ട് കണക്റ്റഡ് ആയിട്ട് വേണം മറ്റ് ടോപ്പിക്സുകൾ നേരിട്ട് പഠിക്കാനായിട്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ആ ഡെഫിനേഷൻസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ ഈ CIMA ഡെഫിനേഷൻ ഒന്ന് പഠിച്ചിരിക്കുക, കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനേഷനും കൂടി ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ്. അവിടെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഒരു യൂണിറ്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വരാം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതാണ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെരിഫൈ ദ അക്യുറസി ഓഫ് ദി ഇൻഫർമേഷൻ. ഓക്കെ, വീണ്ടും റെഗുലർ ക്ലാസ് പോലെ എടുക്കുന്നില്ല. ഓക്കെ, സ്പീഡായിട്ടാണ് നമ്മൾ, കാരണം ഓൾറെഡി കഴിഞ്ഞതാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ റെഗുലർ ക്ലാസ് കഴിഞ്ഞു, അത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെ, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നാണ് കോസ്റ്റ് ഓഡിറ്റിന്റെ ടു വെരിഫൈ ദ അക്യുറസി ഓഫ് ദി കോസ്റ്റ് ഡാറ്റ, അക്യുമുലേഷൻ ആൻഡ് എക്സാക്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ദി കോസ്റ്റ്. ഓക്കെ, സോ വെരിഫൈ ദ അക്യുറസി ഓഫ് ദി കോസ്റ്റ് ഡാറ്റയുടെ അക്യുറസി നോക്കുക, പ്ലസ് കാൽക്കുലേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസ്. അഡീഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലേ, അഡീഷണൽ ഒബ്ജക്റ്റീവ് എന്താണ്, ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, സോ അഡീഷണലി കോസ്റ്റ് ഓഡിറ്റിംഗ് ഈസ് ആക്ട് ആസ് എ മിറർ ഓഫ് എൻറ്റിറ്റീസ് പെർഫോമൻസ് അല്ലെ. കാരണം എൻറ്റിറ്റിയുടെ പെർഫോമൻസ് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? ഒന്ന് കോസ്റ്റ് ഡാറ്റയുടെ അക്യുറസി നോക്കുക, അടുത്തത് ഇത് കമ്പനിയുടെ അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ പെർഫോമൻസ് ഇവാലുവേഷൻ എന്ത് ചെയ്യുക നോക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ഗോൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരുന്നില്ല, ഇത് ആ മൈന്യൂട്ട് ഡീറ്റെയിൽസിന്റെ ഡെഫിനേഷൻ. സോ നോക്കുക, ആൻ ഓഡിറ്റ് ഓഫ് എഫിഷ്യൻസി എന്നാൽ കോസ്റ്റ് ഓഡിറ്റ് എന്നാണ്. കോസ്റ്റ് ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഓഫ് എഫിഷ്യൻസി ഓഫ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. കൂടാതെ കോസ്റ്റ് ഓഡിറ്റ് ഈസ് മെയിൻലി പ്രിവെന്റീവ് മെഷർ ആണ്. കൂടാതെ ഇറ്റ് ഗൈഡ് ഫോർ എ മാനേജ്മെന്റ് പോളിസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഗൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് ഇറ്റ് ഈസ് എ ബാരോമീറ്റർ ഓഫ് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ ഇതും നല്ലൊരു ഡെഫിനേഷൻ ആണ്. സോ ഈ ഡെഫിനേഷനും കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ CMA ICW ഡെഫിനേഷൻ ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഡെഫിനേഷൻ ഉണ്ട്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിന് ഡെഫിനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ 3 ഡെഫിനേഷൻ തന്നെ ഈ ഒരു പേജിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് UK ഡിഫൈൻസ് ദ കോസ്റ്റ് ഓഡിറ്റ് ആസ് it is a verification of the correctness of cost accounts and check on the adherence to the cost accounting plan. Okay, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വെരിഫിക്കേഷൻ ഓഫ് ദി കറക്റ്റ്നെസ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ചെക്ക് ഓൺ ദി adherence to കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ. നേരത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ എന്താണെന്നൊക്കെ പറഞ്ഞതല്ലേ. യെസ്, അപ്പോൾ ഇത്രയും ഡെഫിനേഷൻസ് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അത് പഠിച്ചേ പറ്റൂ. എനിക്ക് ഡെഫിനേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റാതെ എഴുതാൻ അറിയണം. സോ കാണാതെ പഠിക്കാൻ നോക്കുക ഡെഫിനേഷൻസ്. ഇനി വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞില്ലേ, എലമെന്റ് വൈസ് അല്ലെ, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുക അല്ലെ. അങ്ങനെ ഇത് ഓർഡർ ആയിട്ട് ഇങ്ങനെ ഫുൾ മഗപ്പ് നമ്മളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായിരിക്കും ഈ പറഞ്ഞ കോസ്റ്റ് ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സുകൾ, അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ്, ഏതൊക്കെ ഏരിയാസ് അല്ലെ, ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒരു കംപ്ലയൻസ് മാത്രമാണോ? ഓക്കെ, വെറുതെ സെക്ഷൻ 148 പാലിക്കാൻ വേണ്ടി മാത്രമാണോ ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത്? അല്ല, ഒരു തിയറി ആണെന്ന് വിചാരിച്ചിട്ട് മുഴുവൻ അങ്ങനെ
ബൈ ഹാർട്ട് ഇങ്ങനെ മക്കപ്പ് ചെയ്യാൻ നോക്കാതെ കുറച്ച് ലോജിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഇങ്ങനെ ഒരു കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത് വെറുതെ ഒരു നിയമം പാലിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണോ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തൊരു കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് ചെയ്യുക? അല്ല, അതിൽ വേറെ ബിയോണ്ട് ദിസ് കംപ്ലൈൻസ് അല്ലെ, ബിയോണ്ട് കംപ്ലൈൻസ് ദർ ആർ മെനി അതർ ബെനിഫിറ്റ്സ് അല്ലെ. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നാലോചിക്കുക. ഒന്ന്, നമുക്ക് എലമെന്റ് വൈസ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. പഠിച്ചതാണ് കേട്ടോ, സ്പീഡാക്കി പറയാം. സോ എലമെന്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാൻ പറ്റും അല്ലെ. ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് പഠിക്കാം. ഒന്ന് എലമെന്റ് വൈസ്, ഓക്കെ, ഒന്ന് എലമെന്റ് വൈസ്, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ബാക്കി വരും. ഓക്കെ, സോ കൺട്രോൾ എലമെന്റ് വൈസ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ അടുത്ത് സെല്ലിംഗ് പ്രൈസ് പഠിച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസ് എന്നാണ്, സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാനായിട്ട് പറ്റും, മാർജിൻ തീരുമാനിക്കാം അല്ലെ. ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് മാർജിൻ. അടുത്ത് ഡിസിഷൻ മേക്കിംഗ്. എന്ത് ഡിസിഷൻ മേക്കിംഗ്? ഇറ്റ് ഹെൽപ്സ് കോസ്റ്റ് ഓഡിറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. സോ അസിസ്റ്റ് ദ മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെ. നാലാമത്തേത് മറ്റേ നെസസിറ്റി ആൻഡ് റിസൾട്ട്. നെസസിറ്റി ആൻഡ് റിസൾട്ട്, ഓരോ ആക്ടിവിറ്റിയും ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുമ്പോൾ അത് നെസസറി ആക്ടിവിറ്റി ആണോ അല്ലേ, അത് ചെയ്തതിൽ നിന്ന് വിചാരിച്ചെന്തുണ്ടാവും, റിസൾട്ട് ഉണ്ടോ ഇല്ലേ. ദറ്റ് ഈസ് നെസസിറ്റി ആൻഡ് റിസൾട്ട് ഫ്രം ഈച്ച് ആക്ടിവിറ്റി പെർഫോം. ഓക്കെ അല്ലേ. അപ്പൊ എലമെന്റ് വൈസ്, ഓക്കെ, എലമെന്റ് വൈസ് സെല്ലിംഗ് പ്രൈസ്, ഓക്കെ, ശ്രദ്ധിക്കുക, എലമെന്റ് വൈസ്, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ നെസസിറ്റി ആൻഡ് റിസൾട്ട്. ഓക്കെ, അടുത്ത അഞ്ചാമത്തത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബഡ്ജറ്റ്. ഓക്കെ, സോ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ കോസ്റ്റ് ഓഡിറ്റ് വേണം, പ്രിസൈസ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഡാറ്റ വേണം. ഓക്കെ, സോ setting up of the standards and budgetary controls are minimizing wastage. So wastage so wastage minimize ചെയ്യണം. So minimizing wastage 6 പോയിന്റ് ആയില്ലേ. 7 inventory calculation, that is accurate inventory calculation. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതെല്ലാം ഓക്കെ 7 പോയിന്റും ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ദെൻ ലാസ്റ്റ് എന്താവും, ദ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ, ദറ്റ് ഈസ് ഓവറോൾ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് ഓഫ് ദി എന്റിറ്റി. ഓക്കെ, ഏതൊക്കെയാണ് 8 പോയിന്റ് ഒന്ന് ആലോചിക്കുക. ഓർഡർ വിട്ടുപോയാലും കുഴപ്പമില്ല, നമ്മൾ ലോജിക്കലി ഒന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റ് വൈസ് കോസ്റ്റ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരുന്ന ഒരു സമയം വരെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പലവരും വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇങ്ങനെ കുറച്ച് ട്രൈ ചെയ്യുമ്പോൾ കിട്ടാണ്ടാകുമ്പോൾ എന്നെ കൊണ്ട് നടക്കൂല, തിയറി എനിക്ക് കിട്ടൂല. അതാണ് ഇതിലത്തെ ഒരു മെയിൻ പ്രശ്നം. നമ്മളൊരു എന്താ പറയുക, ലേണിംഗ് കർവ് എഫക്റ്റ് ഉണ്ട് നമുക്ക്. നമുക്ക് സ്വാഭാവികമായിട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കൊരു ലേണിംഗ് കർവ് എഫക്റ്റ് നമുക്കുണ്ട്. നമ്മൾ പഠിക്കും തോറും നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്കോപ്പ് നമുക്ക് കുറച്ചായി 3 വട്ടം 4 വട്ടമായി പഠിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നോക്കും കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ഓരോ വട്ടം പഠിക്കും തോറും അത് വരുന്നുണ്ടാവും. അങ്ങനെ പതുക്കെ നമ്മൾ ഒരു ചാപ്റ്റർ 2 ചാപ്റ്റർ ആകുമ്പോഴത്തേനും നമ്മൾ ആ ഒരു തിയറിയിലെ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഏരിയ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. പലരും കോഴ്സ് ഔട്ടൊക്കെ ആയിട്ട് മാനേജ്മെന്റ് തൊട്ട് സ്കിപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 90% സ്റ്റുഡൻസ് മാനേജ്മെന്റ് ഓഡിറ്റിന്റെ 5 ചാപ്റ്റർ മുഴുവൻ സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിന് പോകുന്നത്. കാരണം അവർക്കറിയാം ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 എന്ത് ചെയ്യുന്നത്, ഈ മാനേജ്മെന്റ് ഓഡിറ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കേണ്ട. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 6 and 7 എഴുതാൻ പോകുന്നില്ല. ഓക്കെ, 6 ഉം 7 ഞാൻ എഴുതുന്നില്ല, അത് ഞാൻ ഓപ്ഷനിൽ ചൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് വെറുതെ ഇത്രയും സമയം കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, 25 മാർക്കിന്റെ ഏരിയ പഠിച്ച് അത്രയും സമയവും പോകുന്നത്. ഓക്കെ, യെസ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. 90% സ്റ്റുഡൻസ് അങ്ങനെ ചിന്തിച്ച് പോകുന്നവരൊക്കെ തന്നെയാണ്. വർക്ക്ഔട്ട് ആവുമെന്ന് ചോദിച്ചാൽ യെസ്, വർക്ക്ഔട്ട് ആവുകയും ചെയ്യും. എക്സാമിന് 100 മാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് മാനേജ്മെന്റ് തൊട്ട് പഠിച്ചില്ലെങ്കിലും ഓൾമോസ്റ്റ് 100 മാർക്കിന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് കുറച്ച് MCQന്റെ കാര്യങ്ങൾ ഒഴികെ. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് മുഴുവനായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈവൻ നമ്മൾ മാനേജ്മെന്റ് തൊട്ട് ടച്ച് ചെയ്തില്ലെങ്കിൽ പോലും. ഓക്കെ, ഇതുവരെയുള്ള പാറ്റേൺ അനുസരിച്ച്. ഓക്കെ, അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കാം 2022 സിലബസിൽ കണ്ടിന്യൂ. പക്ഷെ സ്റ്റിൽ നമ്മളെ നോളജ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മാനേജ്മെന്റ് തൊട്ട് നമ്മൾ പഠിക്കണം. കാരണം വൺസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനേജ്മെന്റിനായിട്ട് അടുത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വരുന്ന പോലെ തേർഡ് പാർട്ടി ആയിട്ടൊന്നുമല്ല. പല CMAക്കാരും ആഫ്റ്റർ ക്വാളിഫൈ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്ന CMAക്കാർ വളരെ കുറവാണ് അല്ലെ. നമ്മൾ ഇത്രയൊക്കെ കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് പറയുമെങ്കിലും പഠിക്കുമെങ്കിലും അൾട്ടിമേറ്റ്ലി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കോസ്റ്റ് ഓഡിറ്റ് CMA COP എടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവരും ഒരു ഓർഗനൈസേഷനകത്ത് എംപ്ലോയ്മെന്റ് ആണ് പോകുന്നത്. എംപ്ലോയ്മെന്റ് പോകുന്ന ഒരു മാനേജീരിയൽ പൊസിഷനിലാണ് അല്ലെ. അപ്പോൾ മാനേജീരിയൽ പൊസിഷനിൽ പോകുമ്പോൾ നമ്മൾ മാനേജ്മെന്റിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഫഷണലാണ്. ഓക്കെ, സോ ഒരു കീ മാനേജീരിയൽ പേഴ്സൺ ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് ഓഡിറ്റും അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ നോളജ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ആരും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അതും കൂടി പഠിക്കുക വേണം, നമ്മൾ അറിയുക വേണം. എനിവേ, അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യത്തെ കുറച്ച് സമയങ്ങളിലൊക്കെ തിയറി പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു ബോറിങ്ങും കുറച്ച് ടൈം എടുക്കുന്നവരൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ വൺസ് ഒരു ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓഡിറ്റിങ്ങിന്റെ ഒരു ലാംഗ്വേജ് നമ്മൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ
ദെൻ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ തുടക്കത്തിൽ തന്നെ ടൈം എടുക്കുന്നുണ്ട്. 2 പേജ് പഠിക്കാൻ 1 മണിക്കൂർ എടുത്തു. അങ്ങനെയൊക്കെയാണ് പലരും പറയാം. ഓഡിറ്റിങ്ങിന്റെ 3 പേജ് പഠിക്കാൻ 1 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലാസ് തന്നെ എടുത്തപ്പോൾ തന്നെ 1 മണിക്കൂറായി 3 അല്ലേ. പക്ഷെ ഇത് ഫസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് അത്രയും വേർഡ്സ് നമ്മളുടെ മനസ്സിലോട്ട് ഇട്ട് തരാനും ഓക്കെ ആ ഒരു ലാംഗ്വേജ് നമ്മളുടെ മനസ്സിലും കയ്യിലും ആ ഓഡിറ്റിംഗ് ലാംഗ്വേജ് എന്ത് ചെയ്യണം വരണം. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തുടക്കത്തിൽ ആദ്യത്തെ 3 പേജുകളൊക്കെ ഇത്ര അധികം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വൺസ് നമ്മൾ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ധാരണ എന്ത് ചെയ്യുക മനസ്സിൽ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ 8 പോയിന്റ് അല്ലേ എന്തൊക്കെയാണ്? സ്കോപ്പ് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് വൈസ് അല്ലെ, കൺട്രോൾ ഓഫ് ദി എലമെന്റ് വൈസ് കോസ്റ്റ് നമുക്ക് പറ്റും. സെല്ലിംഗ് പ്രൈസ്, ഡിറ്റർമിനേഷൻ ഓഫ് ദി സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞ പോലെ എടേന്നൊക്കെ പറഞ്ഞു നോക്കാം. നമുക്ക് ഓർഡറിൽ പറഞ്ഞത് കൂടാതെ എടേന്ന് നോക്കാം. നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഒരു ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമുക്ക് എന്തോരം വരും? സെറ്റിംഗ് അപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ അല്ലെ. പിന്നെ ഇൻവെന്ററി, അപ്പൊ ഇതിന് അക്യുറേറ്റ് ഇൻവെന്ററി വാല്യുവേഷൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മാനേജ്മെന്റിന് എന്തെങ്കിലും ഹെൽപ്പ് അസിസ്റ്റന്റ് മാനേജ്മെന്റ് എന്തിന് ഫോർമാറ്റ് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് വേറെ ബെനിഫിറ്റുകളിൽ നമുക്ക് മറ്റേ ഓവറോൾ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്ത് ഇടയിന്നും കൂടി വെറുതെ ജസ്റ്റ് പല ആൾക്കാർ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്. അവരോടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ പഠിക്കാൻ പറഞ്ഞാൽ MCQ പോലത്തെ 10 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. ഈ 10 ഓർഡറിൽ ചോദിച്ചാൽ എന്ത് ചെയ്യും? കിട്ടും. എടേന്ന് അങ്ങോട്ട് ചോദിച്ചാൽ എന്തെയില്ല പൊതുവെ എന്തെയില്ല കിട്ടൂല. അപ്പൊ അതന്നെയാണ് ഇപ്പോഴും ഈ ഫൈനൽ ലെവലൊക്കെ പഠിക്കുന്ന കുട്ടികളും പലപ്പോഴും അങ്ങനെയാണ്. SPM പോലത്തെ എടുക്കുമ്പോണ്ടല്ലോ ഓർഡറിൽ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അത് അങ്ങോട്ട് കിട്ടും. പക്ഷെ എടേന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെയില്ല വരില്ല. എന്താ വെച്ചാൽ അതൊരു ക്ലാരിറ്റിയുടെ ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടും നമുക്ക് വേണം, കോൺസെപ്റ്റും വേണം ആസ് വെൽ ആസ് എക്സാമിന് ഓർഡറിൽ എഴുതാൻ അല്ലെങ്കിൽ ആ ഓർഡറിൽ എഴുതിയില്ലെങ്കിലും ആ എല്ലാ പോയിന്റും കവർ ചെയ്യാനുള്ള ഒരു നോളജ് നമുക്ക് എന്ത് ചെയ്യണം വേണം, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നമുക്ക് വേണം. ഓക്കെ, യെസ്. അപ്പൊ 8 പോയിന്റ് എലമെന്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാനായിട്ട് പറ്റും. മാനേജ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും? അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഡിസിഷൻ മേക്കിങ്ങിൽ. ഓരോ ആക്ടിവിറ്റി നെസസറി ആണോ, അതിന്റെ റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ. വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇൻവെന്ററി കാൽക്കുലേഷൻ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ അല്ലേ? എത്ര പോയിന്റ് ആയി? 8 പോയിന്റ്. ഓക്കെ, പറഞ്ഞു നോക്കിയാൽ എങ്ങനെയാണ് 8 പോയിന്റ്? എലമെന്റ് വൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാനായിട്ട് പറ്റും. മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ് നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ മറ്റേ നെസസിറ്റി ആൻഡ് റിസൾട്ട്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, മിനിമൈസ് ദ വേസ്റ്റേജ്, ഇൻവെന്ററി കാൽക്കുലേഷൻ, ലാസ്റ്റ് വൺ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഇങ്ങനെ 8 പോയിന്റ്. സോ ദാറ്റ് മീൻസ് കോസ്റ്റ് ഔട്ട് എന്തല്ല കംപ്ലൈൻസ് മാത്രമല്ല beyond compliance. Okay, so hence cost out not only considered as a compliance tool, outcome is far reaching അല്ലെങ്കിൽ far better than the compliance മാത്രമല്ല ബിയോണ്ട് കംപ്ലൈൻസിനേക്കാൾ ഒരുപാട് ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് നിന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ കോസ്റ്റ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് കൊടുത്തുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തുടക്കത്തിൽ ഈ ഒരു പാരഗ്രാഫിന്റെ ഇത് പറഞ്ഞല്ലോ അത് നമുക്ക് എഴുതാം. കാരണം ഇതും സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു 7 മാർക്കിന്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഹെഡിങ് എഴുതിയിട്ട് സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാർ കൊടുക്കുക. ദ മെയിൻ ഗോൾ അല്ലെങ്കിൽ ദ മെയിൻ സ്കോപ്പ് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റ് എന്നാണ് ടു വെരിഫൈ ദ അക്യുറസി ഓക്കെ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ദി പ്രിസൈസ് കാൽക്കുലേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇൻ അഡീഷൻ ടു ദിസ് നമ്മൾ എന്ത് വരുന്നുണ്ട്? അഡീഷണലി നമുക്ക് ഏത് പർപ്പസ് കൂടി വരുന്നുണ്ട്? ഓവറോൾ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് എന്ത് അല്ലെങ്കിൽ കോസ്റ്റ് ഔട്ട് ഓൾസോ റിഫ്ലക്ട് ഇറ്റ് ആസ് എ മിറർ ഓഫ് എൻറ്റിറ്റീസ് പെർഫോമൻസിന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ വരുന്നുണ്ട്. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആയിട്ട് കൊടുക്കുക. അത് ആ 2 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻഷുറിംഗ് ദ അക്യുറസി ഓഫ് ദി കോസ്റ്റ് ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫസ്റ്റ് ഇതായിട്ട് കൊടുക്കുക. ആൻഡ് കോസ്റ്റ് ഔട്ട് ആക്ട് ആസ് എ മിറർ ഓഫ് എൻറ്റിറ്റീസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ദ ഓർഗനൈസേഷൻസ് പെർഫോമൻസ് അങ്ങനെ എഴുതിയിട്ട് എന്നിട്ട് താഴെ എന്ത് ചെയ്യാം? പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഒരു ഹെഡിങ് 1, 2, 3 പോയിന്റ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എലമെന്റ് വൈസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? കറക്റ്റ് ആ 8 പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മാർക്ക് പോലും പോകാതെ ഫുൾ നമുക്ക് 7 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ആൻസറിന് കിട്ടും. ഓക്കെ അല്ലേ? വിത്ത് ദിസ് നമ്മൾ ഏകദേശം ആ ഒരു ട്രാക്കിലോട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ മുഴുവനായിട്ടും ഓക്കെ പറഞ്ഞ പോലെ ഒരു വരി പോലും വിടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ കുറച്ച് യൂണിറ്റുകൾ അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും?
ആ ഒരു ലാംഗ്വേജ് കോസ്റ്റ് ഓഡിറ്റിംഗ് ലാംഗ്വേജിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കോസ്റ്റ് ഓഡിറ്റ് ലാംഗ്വേജിലോട്ട് നമ്മൾ വരും. ഓക്കെ, വിത്ത് ദിസ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ വരെ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഞാൻ പറയുന്നത് ഈ ഒരു യൂണിറ്റ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല അത് പഠിക്കേണ്ടത്, അടുത്തടുത്ത യൂണിറ്റുകളും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ റെഗുലേറ്റഡ് നോൺ റെഗുലേറ്റഡ് ഒക്കെ പറഞ്ഞു മനസ്സിലായി അല്ലേ? പക്ഷെ അതൊക്കെ നമുക്ക് അടുത്തടുത്ത ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. നമ്മൾ ഫെർട്ടിലൈസർ റെഗുലേറ്റഡ് ആണ്, ഫാർമസ്യൂട്ടിക്കൽ റെഗുലേറ്റഡ് ആണ്, പെട്രോളിയം റെഗുലേറ്റഡ് ആണ്. അപ്പൊ ഇത് മനസ്സിലായിട്ടുള്ള ഒരു സ്റ്റുഡന്റ്, ഇത് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ മനസ്സിലായ ഒരു സ്റ്റുഡന്റിന് അവിടെ അത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് യൂണിറ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള നമ്മളുടെ യാത്ര എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും. ഓക്കെ.